ഹലോ. ഇന്ന് നമ്മളേ ഇന്ന് നമ്മൾ നബിദിനത്തിനോടനുബന്ധിച്ചിട്ട് എന്താ പറയുക, അക്കാഡിയ ഹൈപ്പർ മാർക്കറ്റ് മുല്ലശ്ശേരി പോയിട്ട് ഒരു വലിയൊരു ലിസ്റ്റ് കുറേ സാധനങ്ങൾ വാങ്ങിയിരുന്നു. ഇതെന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് 15-ാം തീയതി ഓണം, 16-ാം തീയതി നബിദിനമല്ലേ. അപ്പോൾ നബിദിനത്തോടനുബന്ധിച്ച് കുറച്ച് വിരുന്നുകാരും അതുപോലെയൊക്കെ വരാനുണ്ട്. അപ്പോൾ അവർക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പിന്നെ വീട്ടിലേക്കുള്ള സാധനങ്ങളും ഒക്കെ ആയിട്ടാണ്. അതുപോലെ എല്ലാ കൊല്ലം സാധനങ്ങൾ വാങ്ങാറുണ്ട്, പക്ഷെ ഇതുവരെ യൂട്യൂബിൽ കാണിച്ചിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം സാധനങ്ങൾ വാങ്ങിയത് ഒന്ന് നിങ്ങൾക്കും എല്ലാവർക്കും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് ലാഭമൊക്കെ ഉണ്ട്. ആ കടയിൽ കുഴപ്പമില്ലാത്ത പ്രൈസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ കൂപ്പനുണ്ട്. പിന്നെ നമുക്ക് സമ്മാനമൊക്കെ ഭാഗ്യം പോലെ കിട്ടുകയാണെങ്കിൽ ഫ്രിഡ്ജ്, കുറേ സമ്മാനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഭാഗ്യത്തിൽ കിട്ടിയാൽ നമുക്ക് ലാഭം തന്നെ. ഒരുപാട് നമ്മളിപ്പോൾ സംഭവം വാങ്ങിയതൊരു 4500 രൂപേൻ്റെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. 4500 രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഒരു കൂപ്പൺ കിട്ടുക. അപ്പോൾ 4500 രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചപ്പോൾ ഒരു ലോഡ് കൂപ്പൺ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ അവിടെ ഇരുന്ന് എഴുതി നമ്മൾ കൂപ്പൺ ബോക്സിലൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ 21-ാം തീയതിയാണ് നമുക്കതിൻ്റെ നറുക്കെടുപ്പ് കിട്ടുക. നമ്മൾ അതിന് മുന്നൊക്കെ കുറേ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും. ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. അപ്പം 21-ാം തീയതി തന്നെ നറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇൻഷാല്ലാ നോക്കാം. ആ സമയത്ത് കോള് വരുമോ, അവർ വിളിക്കുമോ, നറുക്കെടുപ്പ് കിട്ടുമോ. ഫസ്റ്റ് പ്രൈസ് ഫ്രിഡ്ജ്, രണ്ടാമത്തെ പ്രൈസ് 42 ഇഞ്ചിൻ്റെ TV. അപ്പോൾ നോക്കാം നമുക്ക്. നമുക്ക് ഭാഗ്യം. അപ്പോൾ എന്തായാലും നമുക്ക് എന്തൊക്കെയാ സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിലിതാ പഞ്ചസാരയൊക്കെ ടീനായതുകൊണ്ടാണ് ഒട്ടണ്. ബാഗ് എടുത്തില്ലെങ്കിൽ മൊത്തം ഒട്ടും. അപ്പോൾ നമുക്ക് എടുക്കാം. ആദ്യം എന്തുട്ടാ, മല്ലി, പുതിന. ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് കേട്ടോ, നോക്കിയിട്ട് ഇക്കറണ അതിൻ്റെ ആവശ്യമില്ലല്ലോ. നിങ്ങൾ നോക്കാം. തക്കാളി, അതുപോലെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസുകളും വാങ്ങിയിട്ടുണ്ട്. നമ്മൾ മൊത്തം ഐറ്റം 43 ഐറ്റം അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നം പറ്റി ചിലത് ഉണ്ടാവാറില്ല, ചിലത് കൂടുതലുണ്ടാവാറുണ്ട്. കൂടുതലുണ്ടായാലും നമുക്ക് പറയണം, കുറവുണ്ടായാലും നമുക്ക് പറയണം. അപ്പോൾ എന്തായാലും വീട്ടിലുണ്ടെങ്കിൽ പറയണ്ട, കുറവാണെന്ന് പറയാം. അപ്പോൾ നമുക്ക് പക്ഷേ നമുക്ക് ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിക്കുമ്പോൾ കുറേ ദിവസം നമുക്ക് കുറേ സാധനങ്ങൾ വീട്ടിലുണ്ടാവും. അത് നമ്മൾ കടയിലൊക്കെ പോയിട്ട് കുറച്ചായിട്ട് മേടിക്കുമ്പോൾ നമുക്ക് വീട്ടിൽ ഒന്നും ഇല്ലാത്ത പോലെ തോന്നും. പക്ഷേ ഞങ്ങൾ ഇതിന് മുന്നൊക്കെ ആദ്യം കുട്ടികളൊക്കെ ചെറിയ കുട്ടികളൊക്കെ ഇരിക്കുമ്പോൾ ഞങ്ങൾ കുറച്ചായിട്ട് പീടിയിൽ നിന്ന് തന്നെ മേടിച്ചായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചിങ്ങോട്ട് കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ അവിടെ തന്നെ അതെന്തുട്ടാ അക്കാഡിയാൽ പോയിട്ടാണ് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് മേടിച്ച്. ഓഫറും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ സാധനങ്ങൾ അവിടെ പോയി മേടിച്ച കാരണം, ഓഫർ കിട്ടുന്ന കാരണം ഇപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ തന്നെ പോയാൽ പിന്നെ അന്നൊക്കെ കുട്ടികളൊക്കെ ചെറിയ കുട്ടികളൊക്കെ ആയിരിക്കുമ്പോൾ ഞങ്ങൾ കടയിൽ നിന്ന് തന്നെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അങ്ങനെ തന്നെ എല്ലാ സാധനവും ഇത്തിരി ശരയിച്ച് കിലോ 1/4 കിലോ അങ്ങനെയൊക്കെ മേടിച്ചായിരുന്നു. പക്ഷെ ഇപ്പോൾ പിന്നെ നമുക്ക് മക്കളൊക്കെ വലുതായി, പെണ്ണ് കെട്ടി കുടുംബമായില്ലേ, അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ ഇത്തിരി മേടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ പോയിട്ട് സാധനങ്ങളൊക്കെ കുറച്ച് ചേർന്ന പോലെ മേടിച്ചുകൊണ്ട് വരും. അപ്പോൾ വീട്ടിലൊരു ബർക്കത്തുള്ള പോലെ തോന്നും. ഇത്തിരി മേടിക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക, അങ്ങനെയുള്ള സമയത്ത് അങ്ങനെയായിരുന്നു. ഇപ്പോൾ നമ്മളിങ്ങനെയൊക്കെ മേടിക്കുന്നുണ്ട്. അപ്പോൾ ഈ നൂലപ്പത്തിൻ്റെ അച്ച് നാശമായി. ഞങ്ങളവിടെ ഉണ്ട് ഇതുപോലത്തെ ഒരെണ്ണം, പക്ഷെ അത് നാശമായിപ്പോയി. അപ്പോൾ ഞങ്ങളിത് 800 എന്താ വില, ഇത് 745 രൂപയാണ് ഈ നൂലപ്പത്തിൻ്റെ അച്ചിൻ്റെ വില. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം ഉണ്ട്, അത് പിരി കഴിഞ്ഞിട്ട് അവിടെയൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഒരെണ്ണം മേടിച്ചു. പിന്നെ അനിയൻ്റെ അവിടെ ഉണ്ട്, അപ്പോൾ അവിടെ പോയിട്ടാണ് മേടിക്കാറ്. അപ്പോൾ പോയപ്പോൾ ഒരെണ്ണം മേടിച്ചു. ഇനി കുറച്ച് സാധനങ്ങൾ മേടിക്കണം. നൂലപ്പത്തിൻ്റെ അച്ച് മേടിച്ചു, ഇനി വെള്ളപ്പത്തിൻ്റെ ഉണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി മേടിക്കാനുണ്ട് പാത്രങ്ങളൊക്കെ. അപ്പോൾ തൽക്കാലമുള്ള ഇതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, നല്ല സാധനം, നല്ല കാണുന്നുണ്ട്. അപ്പോൾ അടവിന് മേടിച്ചാണ് അത് പെട്ടെന്ന് നാശമായി. അപ്പോൾ നമ്മളൊന്ന് ഇങ്ങനെ മേടിച്ച്. നല്ല കുഴപ്പമില്ല, നല്ല വെയിറ്റ് ഉണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് നാശാവില്ല. വില കൂടിയത് എടുക്കുമ്പോൾ നാശാവില്ല, വില കുറവിൻ്റെ എടുക്കുമ്പോൾ പെട്ടെന്ന് നാശാവും. പിരിയാണ് ഇതിൻ്റെ
അഴിഞ്ഞ് പോവുക. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അപ്പോൾ ബില്ലിൽ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടോയെന്ന് നമ്മൾ എണ്ണി നോക്കണം. എണ്ണി നോക്കിയാലല്ലേ നമുക്ക് 43 ഐറ്റം ഉണ്ടല്ലേ ബില്ലിൽ. അല്ല ബില്ലിലുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത്ര സാധനങ്ങൾ മേടിച്ചപ്പോൾ ഞങ്ങൾക്ക് 515 രൂപ ഞങ്ങൾക്ക് കിഴിവ് കിട്ടി. ഓണം ഓഫർ. ഇതിൻ്റെ മുന്നേ നമ്മൾ 6000 മേടിച്ചപ്പോൾ 5000 സംതിങ് എടുത്തിട്ട് ബാക്കി നമുക്ക് 1000 റുപ്യ ഒരു കിഴിവ് ഇട്ട് തന്നു. ഇപ്പോൾ വന്നിട്ട് 500. ഇപ്പോൾ കുറവ് മേടിച്ചപ്പോൾ 500 രൂപ കിഴിവ് ഇട്ട് തന്നു. അപ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാലും നമുക്ക് ഇത്തിരി പോയതിനുള്ള വണ്ടിക്കാശ് നമുക്ക് ലാഭമാണ്. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നമുക്ക് എല്ലാ സാധനങ്ങളും നമ്മൾ പോയി മേടിച്ച പോലെ എല്ലാ സാധനവും ഉണ്ട്. അപ്പോൾ അതിൽ വല്ല കുറവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ബില്ല് കൊണ്ടുപോയി കാണിച്ചാൽ ഒരു സാധനം തരും. ഇപ്പോൾ കുറവൊന്നുമില്ല. നമുക്ക് ആ ബില്ലുള്ള സാധനം കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഓയിലൊക്കെ എത്ര വില? 110 ഓയിൽ. 110 115 കടയിൽ. ഇവിടെ 105 തന്നെ ഉള്ളൂ. 105. വെളിച്ചെണ്ണ വന്നിട്ട് 110. വെളിച്ചെണ്ണ 150. ഇത് നമ്മൾ മുളക് മറ്റേ അല്ലല്ല സാധാ മുളക്. ഇത് സാധാ മുളകല്ല. അതെന്ത് ഇട്ടിരിക്കുന്നു ഇപ്പോൾ? അപ്പം ഇതെന്ത് ഇതെന്തപ്പോൾ ഇത്? പിന്നെ ഇത് ഓണാക്കിയാ ഓണാക്കി ഇത് വന്നിട്ട് പൊട്ടുകടല. നമ്മളിപ്പോൾ ചട്നി അരയ്ക്കുമ്പോൾ പാലക്കാടൊക്കെ അങ്ങനെ ചട്നി അരയ്ക്കുമ്പോൾ നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചിട്ടിട്ടാണ് ചട്നി അരയ്ക്കുക. ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചട്നി അരയ്ക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ വെറും തേങ്ങ ഇട്ടിട്ടാണ് ചട്നി അരയ്ക്കുക. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് കുറച്ചിട്ടിട്ട് ചട്നിയൊക്കെ അരയ്ക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും അറിയാത്തൊരു ഇത് ഉപയോഗിച്ച് പോയിക്കോളും. പൊട്ടുകടല വെറുതെ തിന്നാം. നമുക്ക് കുറച്ച് ഇങ്ങനെ തിന്നും ചെയ്യാം. എൻ്റെ സാധാരണ കപ്പലണ്ടി തിന്നുന്ന പോലെ തിന്നും ചെയ്യാം. വെല്ലവും ശർക്കരയും ഇതും കൂട്ടിയിട്ട് തിന്നും. നല്ല അടിപൊളിയായിരിക്കും ഈ സാധനം. ചെറുപ്പത്തിൽ ഞങ്ങൾ കുറേ കഴിച്ചിട്ടുണ്ട് ഈ സാധനം. സൂപ്പറായി. പിന്നെ ആദ്യത്തെ പൊടി ഇത് 5 കിലോനാണ്. പത്തിരി വെള്ളപ്പം പൊടി. വെള്ളപ്പം നൂലപ്പം ദോശ എല്ലാം ഉണ്ടാക്കാം. 5 കിലോൻ്റെയാണിത്. ഇത് ഓഫർ 300 രൂപയാണ് ഇതിന് വില. 5 കിലോ. അപ്പോൾ 1 കിലോന് 75 രൂപ. വറുത്ത് പൊടിച്ച് എല്ലാ പാക്കറ്റ് ചെയ്ത് തരുന്നതാണ്. നമ്മൾ വറുത്ത് പൊടിക്കുമ്പോൾ അത്ര കാശ് വരില്ല. എന്നാലും നമുക്കിതിപ്പോൾ കൈ നനയാണ്ട് മീൻ പിടിക്കുന്ന പരിപാടിയാണ് ഈ പരിപാടി. വീട്ടിലാകുമ്പോൾ നമ്മൾ ഫുഡ് ഹെൽത്തി ഫുഡാണ്. നമ്മൾ അത് മറന്നു. ബാക്കി എല്ലാ സാധനവും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. ഇതിൽ നമ്മൾ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ കൈ നനയാണ്ട് മീൻ പിടിക്കുന്ന പരിപാടി ഇത്. മറ്റത് നമ്മൾ പൊടിപ്പിച്ച് വറുത്ത് കുറേ ബുദ്ധിമുട്ടുണ്ട്. അതാകുമ്പോൾ നല്ല ഹെൽത്തി ഫുഡാണ്. ഇത് നമുക്ക് പാക്കറ്റ് അവിടെ നിന്ന് എന്തൊക്കെ ചേർത്ത് ചെയ്തെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ കമ്പനി ആ സാധനമാണ് അല്ലേ? അപ്പോൾ സുനിത അങ്ങനെ. പിന്നെ ഓണ സ്പെഷ്യലിൻ്റെ ഇത് പയർ ഓണ സ്പെഷ്യൽ. ഇതൊക്കെയാണ് ഓണ സ്പെഷ്യൽ. സാമ്പാർ കഷ്ണം ഇതൊക്കെ ഓണ സ്പെഷ്യലാണ്. എല്ലാ ഓണത്തിന് പച്ചക്കറിയാണ് മെയിനായിട്ട്. ആ പച്ചക്കറി ഞങ്ങൾ ഒരു ദിവസം മുന്നേ നമുക്ക് നബിദിനൊക്കെ വരുന്ന കാരണം നബിദിനം വരുന്ന കാരണം ഇപ്പോൾ ഓണം നബിദിനൊക്കെ ഒരുമിച്ചാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസം നേരത്തെ മുന്നേ സാധനങ്ങൾ വാങ്ങി നോക്കണം. ഇനി ഓണത്തിന് വേറെ മേടിക്കും, നബിദിനത്തിന് വേറെ മേടിക്കും. ഇനി ഫുഡ് നബിദിനത്തെ പരിപാടിക്കൊക്കെ കൊടുക്കുമ്പോൾ ഇനി വേറെ സാധനങ്ങളൊക്കെ മേടിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ നമ്മുടെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. എന്നാ ഇത് മൈക്ക് നീ പറ. അപ്പോൾ ഉമ്മയും ഉപ്പയും ഒരുപാട് പറഞ്ഞു. എനിക്കൊന്ന് മാത്രമേ പറയാനുള്ളൂ. ഓണത്തിന് സ്പെഷ്യൽ അടപ്രഥമൻ പായസത്തിൻ്റെ കിറ്റ്
അരി പാലട മിക്സ്. അപ്പോൾ ഇതുണ്ടാക്കുന്ന വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും. കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ അപ്പോൾ നമുക്ക് എല്ലാം നമ്മൾ പോയി ബില്ല് അടിച്ചു, എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ വീഡിയോയിലൊന്ന് കാണിക്കാമെന്ന് വെച്ചിട്ട് ഇതുവരെ ഞങ്ങൾ കാണിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ബില്ല് നോക്കി സാധനങ്ങളൊക്കെ ഉണ്ടോയെന്ന് നോക്കിയപ്പോൾ ഞങ്ങൾ വീഡിയോയിലും കൂടി ഒന്ന് ഇട്ടാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ലൈക്ക് ചെയ്യൻ, സബ്സ്ക്രൈബ് ചെയ്യൻ, എല്ലാവരിലേക്കും ഷെയർ ചെയ്യൻ. അപ്പോൾ ഓക്കെ, ബൈ ബൈ ബൈ.